ഇൻവിൻസിബിൾ കോമിക്സിന്റെ മറ്റൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂയിലേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവിൻസിബിളിന്റെ 4ാമത്തെ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെ ഇൻവിൻസിബിള് ടീൻ ടീംസിന്റെ ആ ലെയറിലേക്ക് കയറി വരെയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ റോബോട്ട് ഇരിപ്പുണ്ട്. നേരത്തെ അവര് ഫൈറ്റ് ചെയ്ത ആ മോളർ നിർമ്മിച്ചെടുത്ത മെഷീന് പരിശോധിക്കുകയാണ്. റോബോട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പറയാണ്, ഈ ഗെയിം ബോക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഈ പ്രൊസസർ ഉണ്ടെങ്കിൽ മോളർ ഉണ്ടാക്കിയ ഈ മെഷീനിനെ വർഷങ്ങളോളം ഒരു പ്രശ്നവും ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവരെ നമുക്ക് ഇപ്പൊ തടയാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇവർ അൺസ്റ്റോപ്പബിൾ ആയി ഒരിക്കലും തടയാൻ പറ്റാത്ത രീതിയിലായേനെ. റോബോട്ട്, ഹലോ ഇൻവിൻസിബിൾ, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? മാർക്ക് പറയും, ഞാൻ ഈവിനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അവൾ എവിടെയാണെന്ന് അറിയാമോ? റോബോട്ട് പറയും, ഈവും റെക്സും ഒരു മിഷന്റെ ഭാഗമായി പുറത്തു പോയിരിക്കുകയാണ്. പക്ഷെ അവര് വീട്ടിൽ പോകും മുമ്പ് ഇവിടെ കയറിയിട്ടേ പോവുള്ളൂ. മാർക്ക് പറയും, തൈര്, എനിക്ക് അവളുടെ അടുത്തൊന്ന് സംസാരിക്കണം. റോബോട്ട് പറയും, ഞാൻ അവക്കൊരു മെസ്സേജ് ഇട്ടേക്കാം. ഒരു മിനിറ്റ്, ഈവും റെക്സും ഡേറ്റ് ചെയ്യാനെന്ന കാര്യം നിനക്കറിയാമോ? ഓ അറിയാം, ഇത് നീ ഉദ്ദേശിക്കുന്ന അതൊന്നും അല്ല എന്ന് മാർക്ക് മറുപടി പറയും. മാർക്ക് പറയും, ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നും. എന്റെ സ്കൂളിലുള്ള കുട്ടികളെ ആരോ തട്ടിക്കൊണ്ടുപോയി മനുഷ്യ ബോംബുകളാക്കി മാറ്റുകയാണ്. അപ്പൊ റോബോട്ട് പറയും, എനിക്കറിയാം. റോബോട്ട് അറിയാന്ന് പറഞ്ഞത് മാർക്ക് ശ്രദ്ധിക്കാതെ മാർക്ക് സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പോ ഒരുപാട് ലേറ്റായി, പക്ഷെ എന്നാലും അവൾ ഇതൊക്കെ അറിയണം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? റോബോട്ട് പറയും, ആ സൈറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത അവശിഷ്ടങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ബോംബിൽ ഉണ്ടായിരുന്ന ടൈമിംഗ് മെക്കാനിസം ഓർഗാനിക് ആയിരുന്നു. മനുഷ്യരുടെ സർക്കുലേറ്ററി സിസ്റ്റം ഒരു കാറ്റലിസ്റ്റ് പോലെ ഉപയോഗിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ബോംബായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം നിങ്ങളുടെ ഏജിൽ വരുന്ന കുട്ടികളെയാണ്. എല്ലാരും നിന്റെ സ്കൂളിലുള്ള കുട്ടികളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാർക്ക് പറയും, ഇപ്പൊ മോസ്റ്റ് റീസെന്റ് ആയിട്ട് നടന്ന ബോംബ് ബ്ലാസ്റ്റിലെ ആ സ്റ്റുഡന്റ് എന്റെ സ്കൂളിൽ നിന്ന് റീസെന്റ് ആയിട്ട് മിസ്സായി പോയ 3 പിള്ളേരിൽ ഒരാളാണ്. ആ സമയം അങ്ങോട്ട് ഈവും റെക്സും വരെയാണ്. ഈവ് മാർക്കിന്റെ അടുത്ത് പറയും, ഇത് നമ്മളെ പുതിയ കൂട്ടുകാരെ ഇൻവിൻസിബിൾ അല്ലേ, എന്താ ഇവിടെ ചെയ്യുന്നത്? മാർക്ക് പറയും, മോളിൽ നടന്ന സ്ഫോടനങ്ങളും നമ്മളെ സ്കൂളിൽ നിന്ന് റീസെന്റ് ആയിട്ട് കാണാതെ പോയ കുട്ടികളുമായി എന്തോ കണക്ഷൻ ഉണ്ട്. ഈവ് അത് ആരാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ ബോയ് ഫ്രണ്ട് റെക്സ് അവളുടെ കവളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. ഓ ഗോഡ്, അത് ശരിക്കും ഓഫുൾ ആണ്. റോബോട്ട് പറയും, ഇന്ന് രാത്രി എന്തായാലും ഒന്നും ചെയ്യാനില്ല നമുക്ക്. നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. സ്കൂളിൽ പോകുമ്പോൾ ചുറ്റുപാടെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് എന്തെങ്കിലും ലീഡ് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞാൻ അറിയിക്കാം. മാർക്ക് അവന്റെ വീട്ടിലോട്ട് വരെയാണ്. അവിടെ ഡെബി TV കണ്ടുകൊണ്ടിരിക്കുന്നു. മാർക്ക് ചോദിക്കും, അമ്മ എന്താണ് ചെയ്യുന്നത്? ഡെബി പറയും, എന്റെ വീട്ടിൽ എനിക്ക് രാത്രി ഇരുന്ന് TV കണ്ടൂടെ? പിന്നെ ആ ചോദ്യം ഞാൻ നിന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്? ഡിന്നർ കഴിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ നീയാണ്. മാർക്ക് പറയും, ഞാൻ ടീൻ ടീംസിന്റെ സ്ഥലത്തായിരുന്നു. അമ്മ അച്ഛനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണോ? എനിക്ക് ഇവിടെ ഭൂമിയിൽ നിന്റെ അച്ഛൻ 100 കാലുള്ള ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഒരു ദിവസം മൊത്തം ഇരുന്ന് കാണാൻ പറ്റും. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് എപ്പോഴൊക്കെ വേറൊരു ഡയമെൻഷനിൽ പോകുമ്പോഴും ഏറ്റവും മോശം കാര്യം സംഭവിച്ചിരിക്കാമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താലോചിക്കണമെന്ന്. നിന്റെ അച്ഛൻ ഇനി എപ്പോ വരുമെന്നും അറിയില്ല. നീ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇതുപോലെ പോയിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. നിന്റെ ബർത്ത്ഡേ ഒക്കെ അച്ഛൻ മിസ് ചെയ്ത്. എല്ലാം ശരിയാവും അമ്മ, ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, അച്ഛൻ തിരിച്ചു വരും. മാർക്കും ഈവും സ്കൂളിലെ ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കുകയാണ്. അവിടെ ഈവ് പറയും, മാർക്ക്, ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മാർക്ക് പറയും, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ചിന്റെ കൂടെ കഴിക്കാനൊക്കെ അവിച്ച ചിക്കനൊക്കെയാണ് തരുന്നത്. എന്ത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. ഈവ് പറയും, അതല്ല, മോളിലെ ബോംബിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചത്. മാർക്ക് പറയും, എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈവ് പറയും, അത് നല്ലൊരു മാർഗമാണ്. മാർക്ക് പറയും, സോറി, പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ക്ലൂസ് സെർച്ച് ചെയ്യേണ്ട സമയമല്ലേ? നമ്മളെ കയ്യിൽ പട്ടിയോ ഒന്നുമില്ല. ഇവന്മാരെ പിടിക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന് ഒരു സെക്കൻഡ് പോലും നീ വിചാരിക്കരുത്. നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മളെ കയ്യിൽ ഒരു ലീഡും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈവ് പറയും, കുറച്ച് ക്ലൂസ് നമുക്ക് കിട്ടിയെങ്കിലും ഇത് ചെയ്യുന്നവരുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു ലീഡ് നമ്മളെ കയ്യിലില്ല. അപ്പൊ മാർക്ക് പറയും, നമുക്ക് ഇടിക്കാൻ പറ്റിയ വലിയ ഒരു മോൺസ്റ്റർ വല്ലോ ആയിരുന്നെങ്കിൽ. അപ്പൊ ഈവ് പറയും, നീ പറയുന്നത് കേട്ടു, ഇതൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കുന്ന ഭാഗത്തെക്കാളും ഫൈറ്റ് ചെയ്യുന്ന ഭാഗമല്ലേ കൂടുതലും എളുപ്പം. മാർക്ക് പറയും, സത്യം പറയുകയാണെങ്കിൽ
ആ ഭാഗത്തിന് മാത്രമേ എന്നെ കൊള്ളാവൂ. ഈവ് പറയും, ഓ പിന്നെ നീ അത്രയ്ക്ക് ടഫൊന്നുമല്ല. ഓ അപ്പൊ ശരി, നമുക്ക് മിസ്റ്റർ ഹൈൽസിന്റെ ക്ലാസ്സിൽ കാണാം. മാർക്ക് പറയും, എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ മാർക്ക് ക്ലാസ്സിൽ ഇരുന്ന് ഒരു വലിയ ലെക്ചർ കേൾക്കുകയാണ്. ഈവ് മാർക്കിന്റെ അടുത്ത് ക്ലാസ്സിൽ ഇരുന്നോണ്ട് ചോദിക്കും, നീ എന്തെങ്കിലും സ്പോട്ട് ചെയ്തോ? മാർക്ക് പറയും, ഓ ഞാൻ ഒന്നും സ്ട്രേഞ്ച് ആയിട്ട് ശ്രദ്ധിച്ചില്ല. അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സാറ് പറയും, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ മിഡ് ടേം എക്സാം വരാൻ പോവുകയാണ്, അപ്പോൾ എല്ലാരും നല്ലോണം പഠിക്കണം. അവിടെ മാർക്ക് ഈവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് തിരിച്ചു ചോദിക്കും, നീ വല്ലതും കണ്ടുപിടിച്ചോ? ഓ ഒന്നുമില്ല. സാറ് ഇത് കണ്ടിട്ട് ചോദിക്കും, എക്സ്ക്യൂസ് മീ, നിങ്ങൾ രണ്ടുപേരും. ആ സാറ് പറയും, സമന്ത ഈവ് വിൽക്കിൻസ്, മിസ്റ്റർ ഡുൻലാപ്പിന് പകരം നിന്നെ ആ സീറ്റിൽ പിടിച്ചിരുത്തിയോണ്ട് നിന്നെ നിന്റെ ബോയ് ഫ്രണ്ടിനെയും എന്റെ ലെക്ചർ ഇന്ററപ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ ഗ്രേസൺ, വെളിയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം. അതിന്റെ അർത്ഥം എന്റെ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാന്നല്ല. നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചിരുന്നു. ലവ് ബേർഡ്സ് എന്ന് സാറ് പറയും. എല്ലാ പിള്ളേരും അവരെ നോക്കി ചിരിക്കും. മാർക്ക് പറയും, അവൾ എന്റെ ഗേൾഫ്രണ്ട് അല്ല. അപ്പൊ സാറ് മാർക്കിന്റെ അടുത്ത് സോറി പറയും. പക്ഷേ എന്നിരുന്നാലും എന്റെ ക്ലാസ്സിലെ ലാസ്റ്റത്തെ 10 മിനിറ്റ് നിങ്ങൾ കാരണം വേസ്റ്റ് ആയി എന്നും സാറ് പറയും. സോറി സാർ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് മാർക്കും പറയും. എന്നിട്ട് സാറിന് മനസ്സിൽ തെറിയും വിളിച്ചോണ്ട് മാർക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ മാർക്കും ഈവും വെളിയിലോട്ട് കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മാർക്ക് പറയും, എത്ര അൺകംഫർട്ടബിൾ ആയിരുന്നു അല്ലേ അത്? ഈവും മാർക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈവിന് ഒരു കോള് വരും. അത് റോബോട്ട് ആയിരുന്നു. ഈവ് പറയും, വാട്സാപ്പ്. അപ്പുറത്തെ സൈഡ് റോബോട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ്, കസ്റ്റഡിയൻസ്, ബസ് ഡ്രൈവേഴ്സ്, അങ്ങനെ എല്ലാ എംപ്ലോയീസിന്റെയും ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്തു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം റോബോട്ട് എന്തോ മിഷനിലായിരുന്നു. ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവൻ വീണ്ടും സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങളെ സ്കൂളിലെ എല്ലാ എംപ്ലോയീസിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യായിരുന്നു. നമ്മൾ മോളിൽ കണ്ട ബോംബ് പോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ ഉള്ള നോളജ് ഉള്ള ആരൊക്കെ ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ നിന്ന് എനിക്കൊന്നും കിട്ടത്തില്ല എന്നാണ്. പക്ഷേ സർപ്രൈസിംഗ്ലി നിങ്ങളുടെ ഫിസിക്സ് ടീച്ചർ ഡേവിഡ് ഹൈൽസ് ഒരു ഫോർമർ ഗ്ലോബൽ ടെക്കിലെ വെപ്പൺസ് എഞ്ചിനീയർ ആണ്. ഇതൊരു മിലിറ്ററി സാങ്ഷന്റെ റിസർച്ച് ഫേം ആണ്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് അല്ല, പക്ഷെ എനിക്ക് 99.8% ഉറപ്പാണ്. നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു പേഴ്സൺ ഇയാൾ തന്നെയാണ്. ഈ മിഷൻ തീർന്ന ഉടനെ ഞാൻ പോലീസുമായിട്ട് ഒരു സ്ക്വാഡിനെ അവന്റെ വീട്ടിലോട്ടൊന്ന് റിസർച്ച് ചെയ്യാൻ അയക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവന്റെ അഡ്രസ്സ് തരാം. അവൻ വീട്ടിലോട്ട് പോകും മുമ്പേ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക്. ഈ പറയും, ഓ ഓക്കെ ബൈ. മാർക്കിന്റെ അടുത്ത് പറയും, ഇത് കേട്ടാൽ നീ വിശ്വസിക്കില്ല. എന്ത്? ഞാൻ പോകുന്ന വഴിയിൽ പറയാം. നമുക്ക് പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. പെട്ടെന്ന് കാഫറ്റേരിയ ഡംസ്റ്ററിലോട്ട് വാ. മാർക്ക് ചോദിക്കും, നിന്നെ സെൽഫോണിലാണോ റോബോട്ട് വിളിക്കുന്നത്? അങ്ങനെ ഈവ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ഡംസ്റ്റർ തുറക്കുമ്പം അതിന്റെ അകത്ത് 2 കപ്പിൾസ് നിൽക്കുന്നു. അങ്ങനെ അതിലെ ആ ചെറുക്കൻ പറയും, നിങ്ങൾക്ക് വേറെ സ്പോട്ട് നോക്കാൻ പറ്റുമോ? അങ്ങനെ അവര് രണ്ടുപേരും പറന്ന് ആ പ്രൊഫസറിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അവര് ചെല്ലുമ്പോ തന്നെ സാറ് വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. മാർക്ക് പറയും, അവിടെ തന്നെ നിൽക്ക്. സാറ് പറയും, ഞാൻ ഇത്ര നേരത്തെ പിടിക്കപ്പെടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കുറച്ചും കൂടെ കൺവെൻഷനൽ ആയിട്ടുള്ള അതോറിറ്റീസ് ആയിരിക്കും എന്നെ പിടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. സാറ് പറയും, വെരി വെൽ മാർക്ക്, സമന്ത എന്റെ വീട്ടിന്റെ അകത്തോട്ട് വാ. ഈവ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സാർ ഈവിന്റെ അടുത്ത് പറയും, എന്നെ കളിയാക്കുവാണോ? നീ മുഖത്തൊരു മാസ്ക് പോലും ഇട്ടിട്ടില്ല. എന്റെ പുറകെ വാ. 4ാമത് മിസ്സിംഗ് ആയി പോയ സ്റ്റുഡന്റിനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു തരത്തിലും നിങ്ങളെ തടയാൻ ശ്രമിക്കത്തില്ല. മാർക്ക് മറുപടി പറയും, 4ാമത് മിസ്സിംഗ് ആയതോ? അപ്പൊ സാറ് പറയും, യെസ്, ഇയാള് മിസ്സിംഗ് ആയത് ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോ റീസെന്റ് ആയിട്ടാണ് ഞാൻ കടത്തിയത് എന്ന് പറയും. ഇതുവഴി വരൂ. അങ്ങനെ സാറ് പറയാണ്, സ്കൂളിൽ നടന്ന എന്തോ ഒരു അബ്യൂസ് കാരണം തന്റെ മകൻ സൂയിസൈഡ് ചെയ്തു. തുടർന്ന് ഒരു ഹസ്ബൻഡും വൈഫും ഡിവോഴ്സായി. പിന്നെ ഇദ്ദേഹത്തിന്റെ ജോലിയും പോയി. ഇങ്ങനെയൊക്കെ അയാൾ പറയാണ് എന്നും പറഞ്ഞ് കതവ് തുറക്കുന്നതും അവരുടെ സ്കൂളിലെ ഡെറക് എന്ന പയ്യന് അവിടെ ലോക്ക് ചെയ്ത് വെച്ച് ശരീരത്ത് ടൈം ബോംബ് സെറ്റ് ചെയ്യുകയാണ്. സാറ് പറയും, എന്റെ മകൻ മരിച്ചത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് വളരെ ക്ലീശയായി പോവും. എന്റെ ജീവിതം നശിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇയാൾ ഇങ്ങനെ പറയാണ്, ചില കുട്ടികളുണ്ട് മോളിൽ ഒരുപാട് സമയം ചിലവഴിച്ചും പാർട്ടികൾ അറ്റൻഡ് ചെയ്തും കള്ളും കുടിച്ചും സ്പോർട്സിൽ എൻഗേജ് ആയി ഇങ്ങനെ ഇരിക്കും. ഇവർക്ക് ഈ സമയം ഹോംവർക്കും ചെയ്ത് വീട്ടിൽ ഇരുന്ന് പഠിച്ചുകൂടെ? മാർക്ക് ചോദിക്കും, നീ എന്താണ് ഇവന്റെ അടുത്ത് ചെയ്തത്? അയാള് പറയും, എന്താണ് ഇവരുടെ അടുത്ത് ചെയ്തതെന്നോ? ഞാൻ ഇവനെ ഒരു ജീവനുള്ള ബോംബാക്കി മാറ്റി. ഇങ്ങനെയുള്ള പോപ്പുലർ ആയിട്ട് നടക്കുന്ന കുട്ടികളെ കാരണം മറ്റു കുട്ടികൾക്കുണ്ടാകുന്ന
വേദനയ്ക്കും സങ്കടങ്ങൾക്കും ഇത് തന്നെയാണ് ഉചിതമായ മാർഗം. പിന്നെ 2 സൂപ്പർ ഹീറോസിന്റെ മരണം കൂടി എന്നും പറഞ്ഞ് അവന്റെ ഷർട്ടിനുള്ളിലുള്ള ആ ടൈം ബോംബ് റിവീൽ ചെയ്യുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾക്ക് കുറച്ച് സെക്കൻഡും കൂടെ കിട്ടും. മാർക്ക് അയാളെ പിടിച്ച് വീട്ടിന്റെ വെളിയിലോട്ട് ഇടിച്ച് പറന്ന് ആകാശത്തോട്ട് പോകും. മാർക്ക് അയാളുടെ അടുത്ത് പറയും, ഇന്ന് ക്ലാസ്സിൽ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, നീ എന്റെ വൈകുന്നേരം നശിപ്പിച്ചല്ലോ, അങ്ങനെ നിന്നെ എന്റെ കയ്യിൽ ഒത്തു കിട്ടിയല്ലോ എന്നും പറഞ്ഞ് മാർക്ക് അവനെ വലിച്ചങ്ങ് എറിയും. അവൻ പൊട്ടി അങ്ങ് തെറിക്കും. ആ ഒരു ബ്ലാസ്റ്റിന്റെ ഫോഴ്സിൽ മാർക്ക് ഭൂമിയിലോട്ട് വന്ന് വീണ് ക്രാഷ് ലാൻഡ് ചെയ്യും. ഞാനിത് ഇങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും. അങ്ങനെ മാർക്ക് ആ സാറിന്റെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പം അവിടെ പോലീസ് ആംബുലൻസ് ഒക്കെ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മാർക്ക് ഇവന്റെ അടുത്ത് പറയും, ഓ എല്ലാം കഴിഞ്ഞല്ലേ, ഈ വീട്ടിൽ ഡേഞ്ചറസ് ആയിട്ടൊന്നുമില്ല, ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം, റോബോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരും, പോലീസും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും, നീ വീട്ടിൽ പോണെങ്കിൽ പൊയ്ക്കോ, ഞാനും റോബോട്ട് വരുമ്പോ പോവും. ആ അത് നല്ലൊരു പ്ലാനാണ് എന്നും പറഞ്ഞ് മാർക്ക് വീട്ടിലോട്ട് പോവും. മാർക്ക് വീട്ടിൽ വന്ന ഉടനെ അമ്മേന്റെ അടുത്ത് ചോദിക്കും, അമ്മ അച്ഛൻ തിരിച്ചു വന്നോ? ഇല്ല, നീ പോയി കുളിച്ച് വൃത്തിയായി വാ, നമുക്ക് ഫുഡ് കഴിക്കാം, ഞാൻ വിചാരിച്ച് ഇന്ന് ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നതെന്നും എന്നും പറഞ്ഞ് ഡെബി വിഷമിച്ചിരിക്കുമ്പോൾ എനിക്കൊന്ന് ഷേവ് ചെയ്യണം. ഡെബിന്റെ കണ്ണൊക്കെ നിറയും. ഓ എന്റെ ദൈവമേ. അവര് 3 പേരും ഫുഡ് കഴിക്കുകയാണ്. ഡെബി ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നോ? മാർക്ക് പറയും, എന്റെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു സാറ് അയാളുടെ പ്രതികാരം വീട്ടാൻ വേണ്ടി എന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഓർഗാനിക് ബോംബുകളാക്കി മാറ്റി. അയാളുടെ മകൻ സൂയിസൈഡ് ചെയ്തു. ആ മരണത്തിന് കാരണം ഈ പിള്ളേരൊക്കെയാണെന്നാണ് അയാൾ പറയുന്നത്. അയാൾ സ്വന്തമായി തന്നെ ഒരു ബോംബായി മാറി. പിന്നെ എന്നെയും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെയും കൊല്ലാൻ നോക്കി. പക്ഷെ അതിനു മുമ്പേ ഞാൻ അവനെ അന്റാർട്ടിക്കയിലോട്ട് പറത്തി കൊണ്ടുപോയി. അങ്ങനെ അവൻ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച്. കഴിഞ്ഞ 8 മാസം ഞാൻ ഒരു അൾട്ടർനേറ്റ് ഡയമെൻഷനിൽ എന്നെ ബന്ധിതനാക്കി ഇട്ടേക്കെയായിരുന്നു. പക്ഷെ ഇവിടെ അത് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നെ പിടികൂടിയവർക്കെതിരെ ഞാൻ ഒരു പോരാട്ടം നടത്തി. എന്റെ പോരാട്ടത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സയന്റിസ്റ്റുമാര് എന്നെ തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഇത് ഇത്രയും കേട്ടിട്ട് ഡെബി ചിരിച്ചോണ്ട് പറയും, ആ അത് കൊള്ളാം, ഡെസേർട്ട് ആർക്കൊക്കെ വേണം? അങ്ങനെ ഈ ഇഷ്യൂ ഇവിടെ അവസാനിക്കുകയാണ്.